ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നല്ലൊരു തണുത്ത് വിറച്ച ഒരു ദിവസം തന്നെ പറയാം. കാരണം നല്ല തണുപ്പ് ഇപ്പം കൂടി വരുമായിരുന്നു. നിങ്ങൾ വാർത്തയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ടാവും. കാശ്മീരിൽ ഇപ്പോൾ ഒന്ന് ചില്ലൈ കലൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഡിസംബർ ടു ജനുവരി 30 വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. പുറത്തൊക്കെ നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവച്ചാൽ അതൊക്കെ ഐസും കട്ടയാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. അത്രയും നല്ല തണുപ്പാണ്. അവിടെ ഞാൻ ഈ തൊപ്പിയൊക്കെ ഇട്ടിട്ടിരിക്കുന്നത്. തൊപ്പി സോക്സ് ഒന്നും ഇല്ലാണ്ട് ഇരിക്കാനാവില്ല കേട്ടോ, അത്രയും തണുപ്പാണ്. ഏട്ടനിപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്, 9 മണിയാകുമ്പോൾ പോയിട്ടുണ്ട്. ഇനിയിപ്പം രാവിലത്തെ ആ ഒരു തിരക്കാൻ കഴിഞ്ഞു. ഇനി ഒരു കുറച്ച് സമയം കിടന്നുറങ്ങിയിട്ടെല്ലാം ഇനിയിപ്പോൾ ഉച്ചക്കത്തേ തുടങ്ങേണ്ടത്. കാരണം ഉച്ചക്ക് നമ്മൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിലേ ഫുഡ് ഉണ്ടാക്കല്ലോ. അതുകൊണ്ട് തന്നെ അന്നേരം ഉണ്ടാക്കുകയും വേണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങണം. അന്നേരം ഞാൻ ഈ ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ രാവിലെ ഇഡലി ഉണ്ടാക്കിയ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ കേട്ടോ. അന്നേരം എനിക്ക് ഇൻട്രോ എടുക്കാൻ ഒരു മൂഡ് ഉണ്ടായില്ല. കാരണം എണീക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എണീച്ചിട്ട് പോയതുകൊണ്ട് തന്നെ ഇൻട്രോ എടുക്കാനൊന്നും വലിയ മൂഡുണ്ടായില്ല. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് വാ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡലി ഞാൻ ഇവിടെ ഒരു 3-4 വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിൽ 2 വട്ടവും ഫെയിലായിട്ടുണ്ടായിരുന്നു. കാരണം ഒറ്റപ്പൊടി പൊന്തുന്നില്ലായിരുന്നു. ഒന്നാമത് ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ തീരെ അത് പൊന്തൂല. അന്നേരം നമുക്ക് ഉണ്ടാക്കാനും വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നല്ല റിസൾട്ട് കിട്ടിയിട്ട് നമുക്കത് പിന്നെ ഉണ്ടാക്കാൻ എന്തോ പോലെയാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കുറേ ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടു, പിന്നെ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഇഡലീൻ്റെ മാവ് വെച്ചാൽ ഇത് അത്യാവശ്യം പൊങ്ങി വരുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചൂട് കിട്ടുന്നത് വെച്ചാൽ എല്ലായിടത്തും തണുപ്പ് തന്നെയാണ്. പിന്നെ ഒരു ഡോറൊക്കെയുള്ളൊരു ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ കുറച്ചുകൂടി പൊന്തുന്നത് വെച്ചിട്ട് അങ്ങനെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇഡലി തട്ട് ഇതാന്ന് കേട്ടോ. ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് തണുപ്പായതിൻ്റെ വർത്താനം പറയാനവർക്ക് ഒരു മൂടില്ല. ഇതാ ചെറിയ സാധനം. അതുപോലെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ റൗണ്ടില്ലാത്ത വഴിയില്ലേ. ഓക്കെ, അപ്പോൾ അധികം പറഞ്ഞാൽ എൻ്റെ സമയമാകുമ്പോഴത്തേക്ക് എൻ്റെ സാധനമില്ല. ഓക്കെ, ഞാൻ ഈ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ നമ്മളെ ദോശമാവ് വെച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ. അത് ഇഡലി സോഫ്റ്റ് ആവാനും പിന്നെ പൊന്തി വരാനും എല്ലാം നല്ലൊരു ഗുണം ചെയ്യുന്ന കാര്യമാണത്. അത് ഞാൻ യൂട്യൂബിൽ നിന്ന് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടതാണ്. എന്നിട്ട് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആദ്യം ഞാൻ വിചാരിച്ചു എന്നുവെച്ചാൽ അമ്മ അതൊരു തണുപ്പാണ്, അപ്പോൾ ഒന്ന് മാറ്റമൊന്നും ഉണ്ടാവുമായിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വെച്ച് നോക്കിയതാണ് നല്ലൊരു ഇഡലി തിന്നാനുള്ള ആഗ്രഹം കൊണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിത് എങ്ങനെയാണ് വെച്ചതെന്ന് വെച്ചാൽ തിളപ്പിച്ച വെള്ളം, നല്ല ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ ഒരു അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇഡലിമാവ് ഒഴിച്ച പാത്രം വെച്ച് അതിനൊരു ചെറിയൊരു അടപ്പും കൂടി, അധികം കനമില്ലാത്ത, ചിലപ്പം പൊന്തി മറിഞ്ഞു പോയെങ്കിലാണേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധികം കനമില്ലാത്തൊരു അടപ്പ് വെച്ച് കൊടുത്താൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി മാവായിട്ട് തന്നെ നമുക്ക്. ഞാൻ ഇതിനിടെ ഈ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചപ്പോൾ ഒരു അബദ്ധം പറ്റിയിരുന്നു. കാരണം ഈ പതക്കുന്ന ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഒരടപ്പ് പോലും വെക്കാണ്ട് നേരെ ഇഡലിമാവിൻ്റെ പാത്രം എടുത്ത് വെച്ചു. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കിൽ അതിൻ്റെ അടിയിൽ ആ മാവ് ചെറുതായിട്ടൊന്ന് വെന്ത് പോയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു കട്ട പോലെ ആയി പോയിരുന്നു. അടിയിലത്തെ ആ ഒരു ലെയർ മാത്രം കേട്ടോ, അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചട്നിയാണ്. ഇഡലിക്ക് എനിക്ക് സാമ്പാറിനെക്കാട്ടും ഇഷ്ടം ചട്നിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ഇഡലി നല്ല സോഫ്റ്റ് ഇഡലി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ഇഡലിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇഡലി ഇവിടെ ഒരു 3-4 വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷേങ്കിൽ ഇതുവരെ പൊന്തിയിട്ടില്ല. ഒരു തവണ സക്സസ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഒരു ഐഡിയ അറിഞ്ഞതിന് ശേഷം ഞാൻ ആക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് വേഗം ആക്കിയത്. ആദ്യമൊക്കെ ഒന്നും കൊണ്ടാറൊന്നുമില്ല, ഭയങ്കര നിരപ്പായിട്ടുള്ള ഇഡലി ആയിരിക്കും ഇവിടെ കിട്ടുക. നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. കാരണം നമ്മൾ സാധനം ഉണ്ടാക്കിയിട്ട് നമുക്കതിന് നല്ല റിസൾട്ട് കിട്ടാണ്ടൊക്കെ നമുക്കതെന്താ പറയുക. അപ്പം എന്നിട്ട് ഞാനിങ്ങനെ ചൂടുവെള്ളം വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇഡലി മാവ് വെച്ച് കൊടുത്താൽ കുറച്ചൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇന്ന് നല്ല പോലത്തെ ഇഡലി കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടെന്ന് അറിയില്ല, എപ്പോഴത്തേനും കാട്ടി നല്ല ഇഡലി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഈ പാത്രത്തിനും കുറ്റം പറയില്ല, കാരണം പാത്രം ചെറുതായതുകൊണ്ട് എൻ്റെ ഇഡലി ശരിയാവാത്തതെന്ന് ഞാൻ ആദ്യം പറയൽ. അപ്പോൾ അതല്ലായിരുന്നു ഇവിടുത്തെ തണുപ്പിൻ്റെ പ്രശ്നമാണ് കേട്ടോ.
അപ്പം പിന്നെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒരു 10 മിനിറ്റുള്ള തന്നെ ആ ഫുഡ് കഴിക്കേണ്ടി വരും കേട്ടോ. അതവിടെ വെച്ച് നിന്നാൽ അത് തണുത്തിട്ട് ഒന്നിനും കൊള്ളൂല, അത് പിന്നെ കളയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ആ ചൂടോടെ തന്നെ കഴിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ എണീച്ച് വന്നിട്ടുണ്ട്. ഏട്ടൻ ഇഡലി കണ്ടിട്ട് ആദ്യം പറഞ്ഞു അടിപൊളി ഇഡലി ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. നമ്മളിപ്പോൾ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അയാൾ നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ ഏട്ടൻ കഴിച്ചിട്ട് ഏട്ടൻ പോയിട്ടോ. പിന്നെ ഞാൻ എൻ്റെ അലക്കുന്ന പരിപാടിയിലേക്ക് കടന്നു. വെയിലൊന്നുമില്ല, എന്നാലും പിന്നെ ഇട്ട ഡ്രസ്സൊക്കെ അലക്കിയിടണമല്ലോ. എല്ലാ ദിവസവും അലക്കല്ല, 2 ദിവസമൊക്കെ കൂടുമ്പോൾ അലക്കല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ വെയിലില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വെള്ളം ഉറ്റിക്കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അലക്കി ആറിയിടും കേട്ടോ. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരുപാട് കുട്ടികളൊക്കെ ഉള്ളവർക്ക് അവസ്ഥയാണ് കേട്ടോ. അവരത് പിന്നെ 1ഉം 2ഉം ഡ്രസ്സൊന്നും അല്ലല്ലോ ഉണ്ടാവുക. ഒരാൾ തന്നെ 3 ഡ്രസ്സൊക്കെയാണ് ഇപ്പോൾ ഇടുന്നത് തണുപ്പായതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരുപാട് ഡ്രസ്സ് ഉണ്ടാകും. കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര അവസ്ഥയാണ്. കാരണം അവരുടെ അമ്മമാർ ഞാൻ പറയുന്നത് കേൾക്കലുണ്ട്, അവർക്കിപ്പം ഒരുപാട് ഡ്രസ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ട് നിൽക്കേണ്ട അവസ്ഥയായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ 2 ദിവസം കൂടുമ്പോഴേ അലക്കാറുള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഇത് വെള്ളം ഉറ്റിക്കഴിഞ്ഞാൽ അത് നേരെ എടുത്തിട്ട് ഇവിടെ വരാന്തയിലിടും. പിന്നെ അവിടുന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊരു മാറ്റം വന്നാൽ അത് നേരെ എടുത്ത് അകത്തിടുക. അവിടെ ഹീറ്ററിൽ നിന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണങ്ങി കിട്ടും. പിന്നെ ഇപ്പം ഒരുപാട് ആൾക്കാരായി കേട്ടോ. എല്ലാ ഫാമിലിയും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പുറം ഇപ്പുറം എല്ലാ ആൾക്കാരായി. നല്ല ഒച്ചപ്പാടും ബഹളമാണ്. 2 വീട്ടിലും ഒരുപാട് കുട്ടികളും ഒരുപാടല്ല, 2 4 പിള്ളേരൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല ഒച്ചപ്പാടും ബഹളമൊക്കെയാണ് കേട്ടോ. പിന്നെ തണുപ്പായതുകൊണ്ട് അങ്ങനെ പിള്ളേരൊന്നും അങ്ങനെ പുറത്തിറങ്ങുമില്ല. ഇവിടെ വീട്ടിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. കുഞ്ഞായതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്നിട്ട് വർത്താനമൊക്കെ പറയും. അതുകൊണ്ട് ഇപ്പം നല്ല രസമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചോന്നും അറിയില്ല, ഞാൻ എൻ്റെ കാലിന് ഇപ്പോൾ ഒരു പട്ടച്ചെരുപ്പാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ പൊതുവേ നമ്മൾ പുറത്തോട്ട് വീട്ടിൻ്റെ വാതിൽ തുറന്ന് പുറത്ത് കിടക്കുമ്പോൾ തന്നെ ഒരു ഷൂസ് എടുത്ത് കാലിടും, സോക്സും അടക്കിടും. പക്ഷേ ഇപ്പോൾ ഞാൻ അലക്കി ആറിടുന്നതുകൊണ്ട് പിന്നെ ഷോക്സും ഷൂസൊക്കെ എടുത്തിട്ടാൽ വെള്ളമാകുന്നതുകൊണ്ട് ഞാൻ സാധാ ഒരു പട്ടച്ചെരുപ്പായിട്ടുള്ളത്. പക്ഷേങ്കിൽ തുണി ഫുള്ള് ആറിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കാല് ഫുള്ളായിട്ട് ഫ്രീസായിട്ടാണ് അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ മെല്ലെ എങ്ങനെയെല്ലാം കൂടി നത്തിക്കുത്തി പോയിട്ട് പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ കാല് കുറച്ച് നേരം കുത്തി വെച്ചതിന് ശേഷം കേട്ടോ എൻ്റെ കാല് നോർമലായത്. നേരിട്ട് ഹീറ്ററിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അത്രയും തണുപ്പാണ് ഇവിടെ. അത്രയും എന്ന് വെച്ചാൽ അത്രയും തണുപ്പാണ്, സഹിക്കുന്നതിലും അപ്പുറം കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് പൈസയാണ് കേട്ടോ. പക്ഷേ എങ്കിൽ അത് പിള്ളേർ കളിക്കുന്ന എന്തോ സാധനം. അത് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ആരോ 100 രൂപ അവിടെ ചാടിയിട്ട് പോയിന്ന്. എന്നിട്ട് ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചത്. പക്ഷേ എനിക്ക് സാധാ ഒരു നോർമൽ കടലാസാണ് കേട്ടോ. ഈ പിള്ളേരൊക്കെ കളിച്ചിട്ട് ഈ കിൻഡർ ജോയ് പോലത്തെ സാധനത്തിൻ്റെ ഉള്ളിൽ കിട്ടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് 100 രൂപ വീണ് കിട്ടി. പക്ഷേ അത് സാധാ നോർമലൊരു കടലാസായിരുന്നു. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ പണികളൊക്കെ അങ്ങ് തീർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പം ഫുഡ് ഉണ്ടാക്കണം. അത് നമ്മൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് തൊട്ട് മുമ്പിലായിട്ട് ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇതാ അവിടെ സൂര്യനുണ്ട്. പക്ഷേങ്കിൽ ഈ ഫോണിൽ പോലും ആ സൂര്യനെ കാണാൻ പറ്റുന്നില്ല. അത്രയും ഒരു മങ്ങിയ ലൈറ്റിലാണ് കേട്ടോ അത് കാണുന്നത്. ഇന്ന് പൊതുവേ ക്ലൗഡി ആയിട്ടാണുള്ളത്. പിന്നെ ആദ്യം കാണിച്ചത് റെയിനാണെന്നാണ് കാണിച്ചത്. പക്ഷേങ്കിൽ വെതർ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ റെയിൻ എന്നാണ് കാണിച്ചത്. പക്ഷേങ്കിൽ ഇപ്പോൾ അത് ക്ലൗഡി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ വേസ്റ്റുകാരൻ വന്നിട്ട് നമ്മൾ വേസ്റ്റ് ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്, വേസ്റ്റൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.